9th സ്റ്റാൻഡേർഡിന്റെ ഫിസിക്സിലെ ഓണം എക്സാമിനേഷന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡലാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. എപ്പോഴും ഞാൻ പറയാറുണ്ട്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഓരോ എക്സാമിനും വരാറുള്ളത്. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്തിട്ട് പോവുക. നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സെക്ഷൻ, സെക്ഷൻ എ. Write down the correct answer for question 1 to 4. Each question carry 1 score. ഒരു മാർക്ക് വീതമുള്ള 4 ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ സെക്ഷനിലുള്ളത്. Observe the figure. The figure show a person looking at an iron rod kept partially immersed in water. The dotted line portion shows the apparent position on the part of the rod within water. Choose the correct figure. അപ്പൊ ഈ തന്നിരിക്കുന്നത് വെള്ളത്തിൽ ഒരു അയേൺ റോഡ്, ഒരു ഇരുമ്പിന്റെ ഒരു റോഡ് അതിലേക്ക് ഇട്ടിരിക്കുന്നതാണ്. ആ ഒരു ഡോട്ട് ഉള്ള വരകൾ എന്ന് പറയുന്നത് ആ ഒരു റോഡ് എവിടെയാണോ ആ വെള്ളത്തിൽ ടച്ച് ചെയ്തിരിക്കുന്നത് അതാണ് കാണുന്നത് കേട്ടോ. അപ്പൊ അതിൽ ഏത് ഫിഗർ ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിലെ കറക്റ്റ് ഫിഗർ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഫിഗർ ആണ്. എന്തുകൊണ്ടാണ്? വെള്ളം, വായു ഇത് രണ്ട് മീഡിയ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമ്മൾ ആ ഒരു പുറത്തു നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ ആ വെള്ളത്തിൽ നിന്ന് നമുക്ക് ആ റോഡിന്റെ കാഴ്ച കിട്ടുമ്പോൾ, ആ റോഡ് എവിടെയാണോ എടുക്കണെന്നുള്ള കാഴ്ച കിട്ടുമ്പോൾ നമുക്ക് തോന്നുക ആ വെള്ളത്തിനോട് അടുത്തായിട്ടാ തോന്നുക. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഫിഗർ കറക്റ്റ്. അതിനെ നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഫിഗർ എന്ന് പറഞ്ഞാൽ നേരെ താഴേക്ക്, കുറച്ചും കൂടി താഴെ ആയിട്ടാണ് ആ റോഡ് തോന്നുക നിങ്ങൾക്ക് എന്നാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അതല്ല, എപ്പോഴും നമുക്ക് അതിലിട്ടിരിക്കുന്ന റോഡാണെങ്കിലും എന്താണെങ്കിലും അത് നമുക്ക് ആ വെള്ളത്തിനോട് ചേർന്ന് കിടക്കുന്ന പോലെയാണ് തോന്നുക. അപ്പൊ ആ ഡോട്ടുകൾ കണ്ടോ, നമുക്ക് ഏതാണ് തോന്നുക? രണ്ടാമത്തെ ഫിഗറിലുള്ള പോലെ കുറച്ച് ആ വെള്ളത്തിന്റെ അടുത്ത് തന്നെ ആ ഒരു റോഡ് കിടക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുക. ഓക്കെ, അത് എന്തുകൊണ്ടാണ്? ഒന്ന് എയർ, ഒന്ന് വായു ആണ്, രണ്ടാമത്തെ മീഡിയം വാട്ടർ ആണ്, വെള്ളമാണ്. അങ്ങനെ രണ്ട് മീഡിയം ആകുമ്പോൾ അതിലിട്ടിരിക്കുന്ന ഒബ്ജക്റ്റ് കുറച്ചും കൂടി അടുത്താണെന്നാണ് തോന്നുക. അപ്പൊ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ആ റോഡിന്റെ മുകളിൽ ഇങ്ങനെ ഒരു വരകൾ വരച്ചിരിക്കുന്നത് കണ്ട, ആ റോഡ് കിടക്കുന്ന പ്ലേസ് എവിടെയാണെന്ന് നമ്മുടെ കണ്ണിലേക്ക് തോന്നുന്നതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? Next one, analyze the following statement and the reason related to the speed of light and choose the correct answer. Statement: the speed of light in water is greater than the air. അപ്പോൾ വെള്ളത്തിലെ ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് വെള്ളത്തിലാണ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞിരിക്കുന്നത് വായുവിനേക്കാളും. അതിന്റെ റീസൺ എഴുതിയിരിക്കുന്നത് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ലെസ് ഇൻ എ മീഡിയം ഓഫ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ലൈറ്റിന്റെ സ്പീഡ് എത്രത്തോളം കുറവാകുന്നോ അതിനെയാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഭയങ്കര ഹയർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലൈറ്റിന്റെ സ്പീഡ് കുറവായിരിക്കും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ സ്പീഡ് ഓഫ് ലൈറ്റ്, അവിടെ ലൈറ്റിന്റെ സ്പീഡ് കൂടുതലായിരിക്കും. അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുമ്പോൾ ലൈറ്റിന്റെ സ്പീഡ് കുറയും, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയുമ്പോൾ ലൈറ്റിന്റെ സ്പീഡ് കൂടും. ഇത് നിങ്ങളുടെ മൈൻഡിൽ വെച്ചോളൂ. ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഇൻ എയർ എന്നല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി കൂടുതലുള്ളത് നമ്മുടെ വെള്ളത്തിനാണ്. അപ്പോൾ വായുവിലൂടെ നല്ല സ്പീഡിലാണ് നമ്മുടെ ലൈറ്റ് പോവുക. പക്ഷേ വെള്ളത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ സ്പീഡ് ഒന്ന് കുറയും. അപ്പൊ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഇൻ എയർ, അത് തെറ്റാണ്. പക്ഷെ അതിന്റെ റീസൺ കറക്റ്റാ. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ലെസ് ഇൻ എ മീഡിയം ഓഫ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. നല്ല ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ ഒരു മീഡിയത്തിലെ ലൈറ്റിന്റെ സ്പീഡ് കുറവായിരിക്കും. അതിപ്പോ നമ്മൾ പറഞ്ഞില്ലേ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അവിടെ കുറവാണെങ്കിൽ ലൈറ്റിന്റെ സ്പീഡ് അവിടെ കൂടുതലായിരിക്കും. അത് നമ്മളിപ്പോ പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ കാര്യം കറക്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്, റീസൺ ട്രൂ ആണ്. അപ്പൊ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ട്രാഫിക് സൈൻ ഗിവൻ ബിലോ. തന്നിരിക്കുന്ന ആ ഒരു ട്രാഫിക് സൈൻ നിങ്ങളോട് കാണാനാണ് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് എ കോഷണറി സൈൻ, ഇറ്റ് ഈസ് എ മാൻഡറ്ററി സൈൻ, ഇറ്റ് ഇൻഡിക്കേറ്റ് നോ ബൈസിക്കിൾ, ഇറ്റ് ഇൻഡിക്കേറ്റ് നോ പാർക്കിംഗ്. ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിലെ ഉത്തരം രണ്ടാമത്തത് മാൻഡറ്ററി സൈനും മൂന്നാമത്തത് ഇറ്റ് ഇൻഡിക്കേറ്റ് നോ ബൈസിക്കിൾ എന്നാണ്. മാൻഡറ്ററി എന്ന് പറഞ്ഞാൽ അത്യാവശ്യമായിട്ടുള്ള ഒരു സൈൻ ആണ്, അതുപോലെ ബൈസിക്കിൾ വേണ്ട എന്നുള്ളതും അതിൽ പറയുന്നുണ്ട്. Fourth question, examine the following statement. Statement: vehicle will not move on pushing from inside. അകത്ത് നിന്ന് ഉന്തി കഴിഞ്ഞാൽ ഒരു വെഹിക്കിൾ മൂവ് ചെയ്യില്ല എന്നാണ് സ്റ്റേറ്റ്മെന്റ്. Based on the statement, find out the correct option from the following and write it down. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിനെ അനുബന്ധിച്ചിട്ട് അതിനുള്ള കറക്റ്റ് ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കറക്റ്റ് ആയിട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് ആൻ ഇന്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്. അപ്പോൾ എ വെഹിക്കിൾ വിൽ നോട്ട് മൂവ് ഓൺ പുഷിംഗ് ഫ്രം ഇൻസൈഡ്. അകത്തുനിന്ന് ഒരു വണ്ടി ഉന്തിയോണ്ട് വണ്ടി മൂവ് ചെയ്യില്ല. പക്ഷെ അത് എന്താണ്? അതൊരു ഇന്റേണൽ ഫോഴ്സ് ആണ്. അത് മാത്രമാണ് അതിൽ കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി അടുത്ത സെക്ഷൻ നോക്കാം.
നെക്സ്റ്റ് ബി സെക്ഷൻ ആണ്. റൈറ്റ് ദ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻ 5 to 11 ഇൻ 1 or more സെന്റൻസ്. 5 തൊട്ട് 11 വരെയുള്ള ക്വസ്റ്റ്യൻ ഒന്നോ രണ്ടോ സെന്റൻസിൽ ഉത്തരം എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻസ് 10 and 11 ഹാവ് ചോയ്സസ്. 10നും 11നും ചോയ്സസ് ഉണ്ട്, ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ്. ഫസ്റ്റത്തെ നോക്കിയേ, ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സം മീഡിയംസ് ആർ ഗിവൻ ബിലോ. തന്നിരിക്കുന്നുണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. വെള്ളത്തിന്റെ 1.33, കെറോസിൻ മണ്ണെണ്ണയുടെ 1.44 കേട്ടോ. ഐഡന്റിഫൈ ദ കറക്റ്റ് ഫിഗർ ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഫിഗർ? ഇവിടുത്തെ ആൻസർ വരുന്നത് ബി ആണ്. കാരണം because when light travel from a denser medium to a rarer medium, the refracted ray bent away from the normal. അവിടെ നല്ല കട്ടിയുള്ള അല്ലെങ്കിൽ കുറച്ച് ഡെൻസർ ആയിട്ടുള്ള മീഡിയം, ഇവിടെ നോക്കിയാൽ കെറോസിൻ ആണ് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി. കാരണം എന്താണ്? 1.44 ആണ് അവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. വെള്ളത്തിന് 1.33 ആണുള്ളത്. അപ്പോൾ ആ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ ആ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് നോർമൽ ലൈൻ ഉണ്ടാവുമല്ലോ, ആ ലൈനിന്റെ അവിടുന്ന് അങ്ങോട്ട് കൂടുതലായിട്ട് ബെൻഡ് ചെയ്തിട്ടാണ് പോവുക. അപ്പൊ നിങ്ങൾ ആ ബി പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. അവിടുന്ന് കെറോസിനിൽ നിന്ന് വരുന്നുണ്ട് നോർമൽ, ആ ഡോട്ട് ലൈൻ ഉണ്ടല്ലോ, അതാണ് നോർമൽ. അതിന്റെ അവിടുന്ന് അകന്നിട്ടാണ് പോകുന്നത്. അപ്പൊ ബി ആണ് കറക്റ്റ്. സി നിങ്ങൾ നോക്കിയേ, കെറോസിനില് വെള്ളത്തിൽ നിന്ന് കെറോസിന്റെ അവിടെ തട്ടി തിരിച്ചത് വെള്ളത്തിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പൊ അത് തെറ്റാണ്. ഇനി നിങ്ങൾ ഡി നോക്കിയേ, ആ ഒരു കെറോസിനിൽ നിന്ന് ലൈറ്റ് ട്രാവൽ ചെയ്ത് വെള്ളത്തിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെ വരാൻ പാടില്ല, അവിടുന്ന് അകന്ന് വേണം പോവാനായിട്ട്. അപ്പൊ അത് തെറ്റാണ്. ഇനി ആദ്യത്തെ നോക്കിയേ നിങ്ങൾ, കെറോസിനിൽ നിന്ന് വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് കെറോസിനിലേക്ക് പോകുമ്പോൾ വെള്ളത്തിന്റെ അടുത്തേക്ക് വരുന്നത്, അങ്ങനെ വരാൻ പാടില്ല, അകന്ന് പോകണം. അപ്പൊ അതേ തെറ്റ് വേണം, അതും തെറ്റാണ്. അപ്പൊ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ബി ആണ്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ? ഒരു വലിയ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലേക്ക് വരുമ്പോൾ നോർമൽ റേ, അതാണ് ആ ഒരു സെന്ററിൽ വരച്ചിരിക്കുന്ന വര, അതിന്റെ അവിടുന്ന് അകന്ന് വേണം ആ ഒരു റേ പോവാനായിട്ട്. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് വൺ, ഒബ്സർവ് ദ ഗ്രാഫ് ഗിവൻ ബിലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. 4 ടൈപ്പ് ഗ്രാഫ് ആണ് തന്നിരിക്കുന്നത് കേട്ടോ. വിച്ച് ഗ്രാഫ് റെപ്രസെന്റ് ദ മോഷൻ ഓഫ് എ ബോഡി കമ്മിങ് ടു റെസ്റ്റ്. റെസ്റ്റിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ താഴത്തേക്ക് വരിക, പിന്നെ അതിന് മൂവ്മെന്റ് ഇല്ല. അപ്പൊ രണ്ടാമത്തെ പിക്ചർ ഗ്രാഫ് ബി ആണ് കറക്റ്റ്. കാരണം എന്താണ്? ആ വെലോസിറ്റി നോക്കിയേക്കൂ, അവിടുന്ന് വെലോസിറ്റിയുടെ ഗ്രാഫ് നോക്കുമ്പോ അവിടുന്ന് ഇങ്ങനെ ആദ്യം സ്ലോ ആയി ടൈമിന്റെ അവിടേക്ക് അവര് വന്ന് മുട്ടുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് അങ്ങോട്ട് റെസ്റ്റ് ആണ് അതിന്റെ കണ്ടീഷൻ. എ ഗ്രാഫ് നോക്കിയേ, വെലോസിറ്റി കൂടി സ്പീഡ് കൂടി പോവാണ് ചെയ്യുന്നത്. അപ്പൊ രണ്ടാമത്തെ ഫിഗർ ആണ് കറക്റ്റ്. ഇനി അടുത്തത്, വിച്ച് ഗ്രാഫ് ഈസ് നെവർ പോസിബിൾ വിത്ത് റെസ്പെക്ട് ടു എമോഷൻ. ഇവിടെ ചലനം നടക്കുന്നില്ല എന്ന് കാണിക്കുന്ന മോഷൻ ഗ്രാഫ് ഏതാണ്? മൂന്നാമത്തെ ഗ്രാഫാ. ഒന്നാമത്തേലും സ്പീഡ് കൂടി പോകുന്നുണ്ട്, രണ്ടാമത്തേൽ അത് റെസ്റ്റിലേക്ക് വരുന്നുണ്ട്, നാലാമത്തേലും അവിടെ വെലോസിറ്റി പോകുന്നുണ്ട്. ഓക്കെ, വേറെ ഡയറക്ഷനിൽ പോകുന്നുണ്ട്. എന്നാൽ മൂന്നാമത്തേല് അവിടെ ഒന്നും കാണിക്കുന്നില്ല, അതൊരു മോഷൻ ഗ്രാഫ് അല്ലെങ്കിൽ അവിടെ വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ല അത് കറക്റ്റ് ആയിട്ട്. കാരണം അവിടെ മോഷൻ വരുന്നില്ല. ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫ് ആയിരിക്കാം, പക്ഷെ അവിടെ ചലനം വരുന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതാണ് തെറ്റായിട്ടുള്ളത്. ഇനി ടു ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബോഡി ആർ ഡിപ്പിക്റ്റഡ്. റൈറ്റ് ഡൗൺ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് ഫോഴ്സ് ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ഇറ്റ് ആക്ട്. അപ്പൊ രണ്ട് ഫോഴ്സ്, ഇപ്പൊ നമ്മൾ ഒരു കല്ല് പിടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ബെഞ്ച് പിടിച്ചിട്ട് രണ്ട് കുട്ടികൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഉന്താന്ന് വിചാരിക്കാം. അപ്പോ അവിടെ റിസൾട്ടന്റ് ഫോഴ്സ് എത്രയായിരിക്കും എന്ന് ചോദിച്ചിരിക്കുന്നത്. ഒരാൾ 100 ന്യൂട്ടൺ അങ്ങോട്ട് തള്ളുന്നുണ്ട്, ഇപ്പുറത്തുനിന്ന് 120 ന്യൂട്ടൺ ഇങ്ങോട്ടും തള്ളുന്നുണ്ട്. അപ്പൊ അവിടെ റിസൾട്ടന്റ് ഫോഴ്സ് ബാക്കിയുള്ളത് എവിടെ എത്രയാ വരുന്നത്? 20 ന്യൂട്ടൺ ആണ് അവിടെ റിസൾട്ടന്റ് ഫോഴ്സ് ആയിട്ട് വരിക ഈസ്റ്റിലോട്ട്. ഓക്കെ, അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാട്ടോ. രണ്ടാളും ഡൗൺ ദ ആ ഒരു മാഗ്നിറ്റ്യൂഡിലേക്ക് എന്ന് വെച്ചാൽ ഡയറക്ഷനിലേക്ക് നമ്മൾ തള്ളുമ്പോൾ, ആ ബെഞ്ച് രണ്ട് വശത്തു നിന്നും തള്ളുമ്പോൾ ഒരാൾ കൂടുതൽ തള്ളുന്നുണ്ട്. ആ കൂടുതൽ എത്രയാ? അതാണ് റിസൾട്ടന്റ് ഫോഴ്സ്. ഏത് ഡയറക്ഷനാണ്? ഈസ്റ്റ് ഡയറക്ഷനാണ്. അവിടെ നോർത്ത് വെസ്റ്റ് ഈസ്റ്റും സൗത്തും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ടു മേക്ക് ദ ഫോഴ്സസ് ബാലൻസ്ഡ്, ദ ഫോഴ്സ് ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് ബി റെഡ്യൂസ്ഡ് ബൈ ഹൗ മച്ച്. ഇനി ഇത് ബാലൻസ് ആക്കണം എന്ന് പറഞ്ഞാൽ എത്രയാ? 100 ആക്കണം. അങ്ങനെയാണെങ്കിൽ ഏത് ഭാഗത്തെയാണ് കുറയ്ക്കേണ്ടത്? എത്ര കുറയ്ക്കണം? ഏത് ഭാഗത്തെ കുറയ്ക്കേണ്ടത്? ടുവേർഡ്സ് ഈസ്റ്റിലോട്ട് വരുന്നതാണല്ലോ 120 ന്യൂട്ടൺ. അപ്പൊ അവിടുത്തെ 20 ന്യൂട്ടൺ നിങ്ങൾ കുറയ്ക്കാം. 20 ന്യൂട്ടൺ കുറയ്ക്കുമ്പോൾ 100 ന്യൂട്ടൺ ആയിട്ട് റെഡ്യൂസ് ആവുക. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ആ ഈസ്റ്റിലോട്ട്, ദ ഫോഴ്സ് ടുവേർഡ്സ് ഈസ്റ്റ് ഷുഡ് ബി റെഡ്യൂസ് ടു 100 ന്യൂട്ടൺ. ഇപ്പൊ 120 ആണുള്ളത്, അത് 100ലേക്ക് റെഡ്യൂസ് ചെയ്യും, 100ലേക്ക് കുറയ്ക്കുക. അപ്പൊ അവിടെ ബാലൻസ്ഡ് ഫോഴ്സ് ആവും. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ ആണ്, എ ബോഡി ഈസ് മൂവിംഗ് വിത്ത് യൂണിഫോം വെലോസിറ്റി. ഒരേ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദോ
ഫോഴ്സസ് were applied on it. പെട്ടെന്ന് അവരിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ദ ബോഡി ഡിഡിന്റ് ഗെറ്റ് എനി ആക്സിലറേഷൻ ഓർ റിട്ടാർഡേഷൻ. ആ ബോഡിക്ക് ഒരു ആക്സിലറേഷനും ഉണ്ടായില്ല, റിട്ടാർഡേഷനും ഉണ്ടായില്ല, മുന്നോട്ടും പോയില്ല പിന്നോട്ടും വന്നില്ല. വിച്ച് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഈസ് അപ്ലൈഡ്? എന്ത് ടൈപ്പ് ഫോഴ്സ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും? നിങ്ങളൊരു കാര്യം നോക്കി നോക്കിയേ, നമ്മളൊരു വടംവലി വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അങ്ങോട്ടും വലിക്കുന്നില്ല ഇങ്ങോട്ടും വലിക്കുന്നില്ല, അപ്പൊ അവിടെ എന്ത് ഫോഴ്സ് ആണ്? ബാലൻസ്ഡ് ഫോഴ്സ് ആണ്. ബാലൻസ്ഡ് ഫോഴ്സ്, അങ്ങോട്ടും വലിയുന്നില്ല ഇങ്ങോട്ടും വലിയുന്നില്ല. വിച്ച് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഈസ് ടു ബി അപ്ലൈഡ് ടു ബ്രിങ് എ ചേഞ്ച് ഇൻ വെലോസിറ്റി? നമ്മുടെ വെലോസിറ്റി സ്പീഡിലെ ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ എന്ത് ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യണം? എക്സ്പ്ലെയിൻ. എന്തുകൊണ്ട്? ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു ചലനവും അവിടെ വരുന്നില്ലെങ്കിൽ അത് ബാലൻസ്ഡ് ഫോഴ്സ് ആണെന്ന് പറഞ്ഞു. സ്പീഡ് കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ഫോഴ്സ് കൊണ്ടുവരണം? അൺബാലൻസ്ഡ് ഫോഴ്സ്. അത്രേ ഉള്ളോ? ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. ഓൺലി അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ക്യാൻ ചേഞ്ച് വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റ്. പുറത്തുനിന്ന് ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വന്നാൽ മാത്രമാണ് അതിന്റെ സ്പീഡ് ചേഞ്ച് ആവുള്ളൂ. വടം വലിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ടീമും ഒരേ ഫോഴ്സിൽ വലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ബാലൻസ്ഡ് ഫോഴ്സ്. ഒരാളൊന്ന് കുറച്ച് ആഞ്ഞു പിടിച്ചു, അപ്പൊ അൺബാലൻസ്ഡ് ഫോഴ്സ് ആയി, അപ്പുറത്തെ ആൾക്ക് അത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതെന്ത് ചെയ്തു? അവിടെ സ്പീഡ് കൂടും. അവർക്ക് സ്പീഡ് കൂടിയിട്ട് വടംവലിയവർ ജയിക്കും. നെക്സ്റ്റ്, വാട്ട് ഈസ് മെന്റ് ബൈ ഇനേഷ്യ ഓഫ് മോഷൻ? സ്റ്റേറ്റ് ദ ലോ ഓഫ് മോഷൻ അസോസിയേറ്റഡ് വിത്ത് ദിസ്. എന്താണ് ഇനേഷ്യ ഓഫ് മോഷൻ എന്ന് ചോദിച്ചിരിക്കുന്നത്? നിങ്ങൾ ഒരു ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബസ് പെട്ടെന്ന് നിന്നു. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ മുന്നിലേക്ക് പോവാണ്. അപ്പൊ പെട്ടെന്ന് നിങ്ങളുടെ ബോഡിക്ക് മനസ്സിലാവണില്ല ആ മൂവ്മെന്റ് നിന്നു എന്നുള്ളത്. അതിനെ നമ്മൾ ഇനേഷ്യ ഓഫ് മോഷൻ എന്ന് പറയും. ഇനേഷ്യ ഓഫ് മോഷൻ ഇസ് ദ ടെൻഡൻസി ഓഫ് ദ ബോഡി ടു കണ്ടിന്യൂ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ. അപ്പോൾ നമ്മുടെ യൂണിഫോം ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് ഓഫ് മോഷനെ കണ്ടിന്യൂ ചെയ്യാനുള്ള ബോഡിയുടെ ടെൻഡൻസിനെ പറയുന്നതാണ് ഇനേഷ്യ ഓഫ് മോഷൻ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് അതിനാണ് കേട്ടോ. ഇവിടെ എന്ത് ലോയാ വന്നിരിക്കുന്നത്? ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ആണ് വന്നിരിക്കുന്നത്. ആൻ ഒബ്ജക്ട് അറ്റ് റെസ്റ്റ് റിമൈൻ അറ്റ് റെസ്റ്റ് and an object in motion continue to move with uniform velocity in a straight line unless acted upon by an external unbalanced force. ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ അത് റെസ്റ്റിൽ തന്നെ ഇരിക്കും. ഒരു ഒബ്ജക്റ്റ് മോഷനിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, ഒരാള് അല്ലെങ്കിൽ ഒരു ബസ്സിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ടു മൂവ് വിത്ത് യൂണിഫോം വെലോസിറ്റി, നമ്മൾ ഒരേ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, ഒരേ ലൈനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, അൺലെസ് ആക്റ്റഡ് അപ്പോൺ ബൈ ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. നമുക്ക് പുറത്തുനിന്ന് ഒരു ഫോഴ്സ് കൊണ്ടുവരുന്നത് വരെ നമ്മൾ ആ ഒരു മൂവ്മെന്റിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. ആണല്ലോ, ബസ്സിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്രേക്ക്, അതാണ് എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന അൺബാലൻസ്ഡ് ഫോഴ്സ്. അത് വരുന്ന വരെ നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈനിൽ മൂവ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് പെട്ടെന്ന് വരുമ്പോൾ നമ്മൾ ആ മൂവ്മെന്റിൽ നിന്ന് ഒന്ന് എടുത്ത് മാറുന്ന കാരണമാണ് ഇനേഷ്യ ഓഫ് മോഷൻ ഉണ്ടാവുന്നത്. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ബ്രേക്ക് വന്നെങ്കിലും നമ്മൾ മുന്നോട്ട് പെട്ടെന്ന് നീങ്ങും. അതാണ് ഇനേഷ്യ ഓഫ് മോഷൻ. അപ്പൊ ലോ മനസ്സിലായല്ലോ. ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ അത് റെസ്റ്റിൽ തന്നെ നിൽക്കും. ഒരു ഒബ്ജക്റ്റ് മോഷനിലാണെങ്കിൽ അത് വീണ്ടും ആ മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എപ്പോ വരെ? ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് വരുന്നവരെ, എന്ന് വെച്ചാൽ അതിനെ നമ്മൾ ഒരു ബ്രേക്ക് ഇടുന്നവരെ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നു. ഇനി ആ ഫിഗർ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആദ്യത്തെ ഫിഗർ നോക്കുമ്പോൾ ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ 42 ഡിഗ്രിയാണ് വരുന്നത്. പക്ഷെ അവിടെ നിന്ന് വരുന്ന ലൈറ്റ് റേ എത്രയാണ്? 45 ഡിഗ്രിയിലാണ് വരുന്നത്. അപ്പൊ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണ് വരുന്നത്. അപ്പൊ അവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. അപ്പോൾ ആ എയറിന്റെ ആ ഒരു അവിടെ പൊസിഷനില്ല, ലൈനുമ തട്ടി തിരിച്ചു വരും. ഓക്കെ, 42 ഡിഗ്രിയാണ് ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ. അതിനേക്കാൾ കൂടുതലായതുകൊണ്ടാണ് അവിടെ തട്ടി തിരിച്ചു വന്നത്. അത് നിങ്ങളുടെ മൈൻഡിൽ വേണം. അവിടെ ആംഗിൾ 45 ഡിഗ്രിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി സെക്കൻഡ് വൺ, അടുത്ത ഫിഗർ വരുന്നത് അവിടെ എയറിൽ നിന്ന് ഗ്ലാസ്സിലോട്ടാണ് വരേണ്ടത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എയറിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവായിരിക്കും. ഓക്കെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാകുമ്പോൾ അവിടെ സ്പീഡിലായിരിക്കും ലൈറ്റ് പാസ് ചെയ്യുക. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ് എയറിനെ അപേക്ഷിച്ച് ഗ്ലാസ്സിലോട്ട് വരുമ്പോൾ. അപ്പോൾ അവിടെ കുറച്ച് സ്ലോ ആയിട്ടാണ് നമ്മുടെ ലൈറ്റ് പാസ് ചെയ്യുക. അപ്പോൾ അവിടെ നോർമലിനോട് അടുത്തിലൂടെയാണ് ആ ലൈറ്റ് പാസ് ചെയ്യാം. അപ്പൊ ശരിക്കും ആ നേർരേഖയിൽ തന്നെ 45 ഡിഗ്രി വരുന്നത് നേരെ അങ്ങനെ പോണതിന് പകരം നമ്മുടെ നോർമൽ എന്ന് പറയുന്ന സെന്ററിലുള്ള വരേനെയാ, ആ വരയുടെ അടുത്തു കൂടെ ആ ഒരു ലൈറ്റ് റേ പാസ്സാവും. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ഈ രണ്ട് ഫിഗറിൽ വരുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ പാത്ത് ഓഫ് ലൈറ്റ് ഇൻ ദ ഫിഗർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ഫിഗറിൽ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ എയറിൽ നിന്ന് ഗ്ലാസ്സിലോട്ട് വരുമ്പോൾ എയറിൽ എങ്ങനെയായിരുന്നു? നല്ല ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കുറവാണ്. ഗ്ലാസ്സിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ്. ആ കൂടുതലായതുകൊണ്ട് അത് നോർമലിന്റെ അടുത്ത് കൂടെ വന്നു.
ഇനി ഇവിടെ നോക്കി, ഗ്ലാസ്സിൽ നിന്ന് എയറിലോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പൊ ഗ്ലാസ്സിൽ അവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് നോർമൽ റേസിന്റെ അവിടെ നിന്ന് അവർ മേലോട്ട് പോകുമ്പോൾ എയറിന്റെ അവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണല്ലോ. അപ്പൊ അവർ അടുത്തിൽ കൂടി പോവോ? ഇല്ല, അവര് അകന്നു പോവും. അപ്പൊ അകന്ന് വരയ്ക്കാം. ഞാൻ അവിടെ വരച്ചിട്ടുണ്ട് കേട്ടോ ഫിഗർ. ആ നോർമൽ ലൈനിന്റെ നേരെ വരയ്ക്കരുത്, അടുത്ത് വരയ്ക്കരുത്, അകന്ന് വരയ്ക്കണം. ഇനി അടുത്തത് എയറിൽ ഗ്ലാസ്, അവിടെ പെർപെൻഡിക്കുലർ ആയിട്ടാ വരുന്നത്, ലംബമായിട്ടാ വരുന്നത്. അപ്പൊ നമ്മൾ പറയുന്ന പോലെ നേരെ വാ നേരെ പോ. അപ്പൊ ആ നേരെ വന്നിട്ട് നേരെ തന്നെ പോകും. ക്ലിയർ ആയല്ലോ? എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വെക്കേണ്ട കാര്യം, ഏറ്റവും കുറവ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളത് എയറിന്, പിന്നെ ഉള്ളത് വാട്ടറിന്, പിന്നെ ഉള്ളത് ഗ്ലാസിന്. അപ്പൊ ഏറ്റവും കുറവ് എയർ, പിന്നെ അതിനേക്കാൾ ഉള്ളത് വാട്ടറിന്, പിന്നെ അതിനേക്കാൾ ഉള്ളത് ഗ്ലാസിന്. ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഗ്ലാസിനാണ് വരിക കേട്ടോ. അവിടെ ലൈറ്റ് പാസ് ചെയ്യുന്നത് ഭയങ്കര സ്പീഡ് കുറവിലായിരിക്കും. അപ്പൊ അത് നോർമലിനോട് ഏറ്റവും അടുത്തായിട്ട് വരും. അതിനൊക്കെ കുറച്ച് അകന്നിട്ടാണ് വെള്ളത്തിൽ വരിക, നന്നായി അകന്നിട്ടാണ് എയറിൽ വരിക. അതൊന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഈ ഫിഗർ പഠിച്ചു വെക്കുക. ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് അറിയാതെ ഒരുപാട് പേര് തെറ്റിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിന്റെ ആൻസർ ഡിസ്കസ് ചെയ്ത ആൾക്കാരും തെറ്റിയിട്ട് ആൻസർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. ആക്ച്വലി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. കറക്റ്റ് ദ റോങ് ഡാറ്റ ഗിവൻ ഇൻ ദ ടേബിൾ. അതിൽ റോങ് ഡാറ്റ തന്നിട്ടുണ്ട്, അത് കറക്റ്റ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ മാച്ച് ദ ഫോളോയിങ് അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. കുറെ ആൾക്കാർ അങ്ങനെയാണ് തെറ്റിദ്ധരിച്ച് കാണിച്ചു വെച്ചേക്കുന്നത്. അതിന്റെ ആൻസർ ചെയ്ത കുറെ ആൾക്കാരും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയല്ല. വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അതിന് നേരെ കൊടുത്തിരിക്കുന്നത് മാഗ്നിറ്റ്യൂഡ് അലോൺ ഈസ് മെൻഷൻഡ്. അത് റോങ് ഡാറ്റ, അത് നമ്മൾ കറക്റ്റ് ചെയ്യണം. മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആർ മെൻഷൻഡ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ആക്സിലറേഷൻ എടുക്കാൻ പറ്റും. ഇനി സ്കെയിലാർ ക്വാണ്ടിറ്റി, സ്കെയിലാർ ക്വാണ്ടിറ്റിയിലെ ഡയറക്ഷൻ ഈസ് നോട്ട് മെൻഷൻ. അത് കറക്റ്റ് ആണ്, അത് റോങ് ആയിട്ടുള്ള ഡാറ്റ അല്ല. അപ്പൊ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്കെയിലാറിലെ ഡയറക്ഷൻ പറയില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ പറയുള്ളൂ. അത് തന്നെ അവർ പറഞ്ഞേക്കുന്നത്. ഡയറക്ഷൻ പറയില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കറക്റ്റ് ആണ്. അതിന് നേരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് തെറ്റാണ്. സ്കെയിലാർ ക്വാണ്ടിറ്റിയുടെ എക്സാമ്പിൾ ഡിസ്റ്റൻസ് ആണ് വരിക. അത് നമ്മൾ എടുത്ത് തിരുത്തി എഴുതുക, അത്രേ ഉള്ളൂ. അതല്ലാതെ മാച്ച് ദ ഫോളോയിങ് വേറെ ഒന്നും അവിടെ വരുന്നില്ല. ഇനി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതുപോലെ ക്വസ്റ്റ്യൻ വന്ന കറക്റ്റ് ദ റോങ് ഡാറ്റ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതുക. 11th ബി, റൈറ്റ് ഡൗൺ ടു ഇമ്പോർട്ടന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി. സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ബട്ട് വെലോസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. കാരണം സ്പീഡിൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ, മെഷർമെന്റ് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. ഏത് ഡയറക്ഷനിലാണ് പോകുന്നതെന്ന് പറയുന്നില്ല. ഇനി സ്പീഡ് ക്യാൻ നെവർ ബി നെഗറ്റീവ്, ബട്ട് വെലോസിറ്റി ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. സ്പീഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആവില്ല. ഇത്ര സ്പീഡിലാണ് പോവാന്നാണ് നമ്മൾ പറയുക, അതല്ലാതെ മൈനസ് ഇത്ര സ്പീഡിലൊന്നും നമ്മൾ പറയില്ല. പക്ഷെ വെലോസിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് നെഗറ്റീവ് ആവാം. വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ സ്പീഡ് സ്കെയിലാർ ക്വാണ്ടിറ്റി, വെലോസിറ്റി വെക്ടർ ക്വാണ്ടിറ്റി. മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, ഡയറക്ഷനും ഉണ്ടാവും. ഏത് ഡയറക്ഷനിലാണ് പോകുന്നത് എന്നുള്ള വെലോസിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. സ്പീഡ് നെഗറ്റീവ് ആവില്ല, പക്ഷെ വെലോസിറ്റി പോസിറ്റീവ് നെഗറ്റീവ് ആവും. Next 12th question. Write the answers to question 12 to 17. Question 16 and 17 have choices. 12 തൊട്ട് 17 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 16നും 17നും ചോയ്സസ് ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ. എല്ലാ ക്വസ്റ്റ്യനും 3 മാർക്ക് വീതമാണ്. A coin kept at the bottom of a vessel appears raised on adding water into the vessel. നമ്മൾ ഒരു വെസൽ എടുത്ത്, ഒരു പാത്രം എടുത്ത് അതിന്റെ അടിയിൽ നമ്മളൊരു കോയിൻ വെച്ചു. വെള്ളം ഒഴിക്കും തോറും ആ കോയിൻ നമ്മൾക്ക് ഉയർന്നു വരുന്ന പോലെ തോന്നുന്നുണ്ട്. Which is the phenomena behind this? Define. ഇതിന്റെ പിന്നിലുള്ള ആ ഒരു പ്രക്രിയ, ഒരു ഫിനോമിന എന്താണ്? റിഫ്രാക്ഷൻ ആണ്. When a ray of light enters obliquely from one medium to another of different optical density. നമുക്കറിയാം വെള്ളം, എയർ. നമ്മൾ വെള്ളം ഒഴിക്കുന്നത് എയറിൽ നിന്നാണ്. എയറിൽ നിന്നിട്ടാണല്ലോ വെള്ളം ഒഴിക്കുന്നത്. ഏതിലേക്കോ വെള്ളം ഒഴിക്കുന്നത് പാത്രത്തിലേക്കാണ്. അപ്പൊ അത് രണ്ടും എന്താണ്? ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയംസ് ആണ്. രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള മീഡിയം ആണ്. ഇറ്റ് അണ്ടർഗോ എ ഡീവിയേഷൻ. അപ്പൊ അവിടെ ഒരു ഡീവിയേഷൻ ഉണ്ടാവും, അവിടെ ഒരു ചലനമാറ്റം ഉണ്ടാവും. അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ദ മീഡിയം. ആ മീഡിയം എവിടെയാണോ സെപ്പറേറ്റ് ആവണ് അവിടെ ഒരു ചെരിവ് കാണാം. ഇതിനെ നമ്മള് ദിസ് ഫിനോമിന ഈസ് റിഫ്രാക്ഷൻ. നമ്മളൊരു പെൻസിലോ അല്ലെങ്കിൽ ഒരു സ്പൂണോ എടുത്ത് വെള്ളത്തിൽ ഇടുമ്പോൾ നമുക്കത് ചെരിഞ്ഞിരിക്കണ പോലെ തോന്നും. കാരണം എന്താ? നമ്മൾ കാണുന്നത് എയർ, നമ്മൾ കാണുന്നത് വേറൊരു മീഡിയത്തിൽ നിന്നാണ്, ആ സാധനം ഇരിക്കുന്നത് വേറൊരു മീഡിയത്തിൽ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചെരിവ് കാണുന്നത്. അതിനെ നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയും. അപ്പൊ വെൻ എ റേ ഓഫ് ലൈറ്റ്, ആ ലൈറ്റ് എൻ്റർ ചെയ്യുന്നത് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്കാണ്. അതും ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള സ്ഥലങ്ങൾ. അതുകൊണ്ട് അവിടെ ഡീവിയേഷൻ ഉണ്ടാവുന്നു. അതിനെ നമ്മൾ പറയുന്ന പേര് റിഫ്രാക്ഷൻ. അപ്പൊ നമുക്ക് ഈ കോയിൻ നമുക്ക് അവിടെ റേസ് ചെയ്ത് വരുന്ന പോലെ തോന്നും. ഇനി ഡിസ്ക്രൈബ് ഹൗ ദ കോയിൻ അപ്പിയേഴ്സ് റേസ്ഡ്. ഇനി എന്തുകൊണ്ടാണ് ആ കോയിൻ അങ്ങനെ ഉയർന്നു വന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. വെൻ ലൈറ്റ് റേസ് ഫ്രം ദ കോയിൻ പാസസ് ഫ്രം വാട്ടർ ടു എയർ. അപ്പോ
ആ ഒരു വായുവിൽ നിന്ന് ലൈറ്റ് കോയിനിലേക്ക് എത്തി. ഇനി ആ കോയിനിൽ നിന്നുള്ള ലൈറ്റ് നമ്മുടെ വായുവിലേക്ക് എത്താണ്, നമ്മുടെ കണ്ണിലേക്ക് എത്താണ്. നമ്മളാണല്ലോ നോക്കി നിൽക്കുന്നത്, നമുക്കല്ലേ തോന്നുന്നത് അതിങ്ങനെ